ഹായ് എവ്രി വൺ. ഇംഗ്ലോട്ട് നോട്ട്സിൻ്റെ ഏറ്റവും പുതിയ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വാട്ട് ഈസ് ദി PPC, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. നോക്കാം. എ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഈസ് എ സിമ്പിൾ ടൂൾ യൂസ് ടു ഷോ ദ ലിമിറ്റ്സ് ആൻ എക്കോണമി ഫേസസ് വെൻ പ്രൊഡ്യൂസിങ് ഗുഡ്സ്. അപ്പം ശ്രദ്ധിക്കുക, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത് ഒരു ടൂളാണ്, ഒരു ഗ്രാഫാണ്. യൂഷ്വലി യൂസ്ഡ് ബൈ എക്കണോമിസ്റ്റ്. എക്കണോമിസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ പറയുന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്, അല്ലേ? എന്തിനു വേണ്ടിയാണ് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത് എക്കണോമിസ്റ്റുകൾ? ടു ഷോ ദ ലിമിറ്റ്സ് ആൻ എക്കോണമി ഫേസസ് വെൻ പ്രൊഡ്യൂസിങ് ഗുഡ്സ്. അല്ലെ, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഓരോ ഇക്കോണമിയും ഫേസ് ചെയ്യുന്ന ലിമിറ്റുകളെ, പരിമിതികളെ കാണിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അല്ല, ഈ ഒരു കർവ് യൂസ് ചെയ്യുന്നത്, PPC യൂസ് ചെയ്യുന്നത് എക്കണോമിസ്റ്റുകളാണ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ഷോ ദ ലിമിറ്റ്സ് ആൻ എക്കോണമി ഫേസസ് വെൻ പ്രൊഡ്യൂസിങ് ഗുഡ്സ്. അല്ല, അപ്പോൾ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എക്കോണമി, ഒരു കൺട്രി ഫേസ് ചെയ്യുന്ന ലിമിറ്റുകളെ കാണിക്കാനാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, because every country has a limited amount of resources like land, workers, factories and money. It cannot produce an infinite amount of items. നമുക്ക് കാണാൻ സാധിക്കും, റിസോഴ്സസ് ലിമിറ്റ് ആണ്, അല്ലെ? ഹ്യൂമൻ വോൺസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്, അല്ലേ? അപ്പോൾ ഒരു കൺട്രിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, റിസോഴ്സുകളായിട്ട് വരുന്ന, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് വരുന്നത്: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ. ഓക്കെ, ദെൻ റോ മെറ്റീരിയൽ. അപ്പം നമുക്ക് കാണാൻ സാധിക്കും, ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് വരുന്നത്. ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്, അല്ലേ? അപ്പം നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ട് വരുന്ന ഈ റിസോഴ്സുകൾ ഉപയോഗിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? പ്രൊഡക്റ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലേ? അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, അപ്പം ഈ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഈ ഒരു ലിമിറ്റിനെയാണ് കാണിക്കുന്നത്. എന്ത് ലിമിറ്റിനെ? നമ്മൾ ഹ്യൂമൻ വോൺസ് എന്ന് പറയുന്നത്, ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്, നീഡ്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അതേ സമയത്ത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സുകൾ, അല്ലേ? പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അത് ലാൻഡ് ആവട്ടെ, വർക്കേഴ്സ് ആവട്ടെ, ഫാക്ടറീസ് ആവട്ടെ, മണി ആവട്ടെ, ഇതൊക്കെ ലിമിറ്റഡ് ആണ്, അല്ലേ? നോക്കൂ, therefore economists assume the country must choose how to divide its resources between 2 types of ഗുഡ്സ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്കണോമിസ്റ്റ് പറയുന്നത് ഓരോ കൺട്രിയും, ഓരോ രാജ്യങ്ങളും എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നത്? ദേ ഹാവ് ടു ഡിവൈഡ് ദെയർ റിസോഴ്സസ് ബിറ്റ്വീൻ 2 ടൈപ്സ് ഓഫ് ഗുഡ്സ്, അല്ലേ? അപ്പം ഓരോ രാജ്യവും പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും 2 ടൈപ്സ് ഓഫ് ഗുഡ്സുകളാണ്: ക്യാപിറ്റൽ ഗുഡ്സും അതുപോലെ തന്നെ കൺസ്യൂമർ ഗുഡ്സും, അല്ലേ? അപ്പം എക്കണോമിസ്റ്റ് പറയുന്നു, ഈ ഓരോ രാജ്യവും എന്ത് ചെയ്യണം? ദേ ഹാവ് ടു ഡിവൈഡ് ദെയർ റിസോഴ്സസ് അമംഗ് ദി, അല്ലെങ്കിൽ ബിറ്റ്വീൻ ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് കൺസ്യൂമർ ഗുഡ്സ്. അപ്പം നമുക്ക് കാണാൻ സാധിക്കും, ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത് മെഷീൻസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് യൂസ്ഡ് ഫോർ ഫാക്ടറീസ്, അല്ലെ? ഫാക്ടറീസിന് വേണ്ടി, ഫാക്ടറീസ് വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സും മെഷീനറീസിനെയും ഒക്കെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. എന്നാൽ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത് എവറിഡേ ഐറ്റംസ് ലൈക്ക് ഫുഡ് ആൻഡ് ക്ലോത്ത്സ്, അല്ലേ? അപ്പം ഇവിടെ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന ഫുഡിനും ക്ലോത്തിനും നമ്മളെ നീഡ്സിന് യൂസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കാണിക്കുന്നത് എങ്ങനെയാണ് ഒരു കൺട്രി സ്വന്തം റിസോഴ്സുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ആർക്കിടയിൽ ക്യാപിറ്റൽ ഗുഡ്സിനും കൺസ്യൂമർ ഗുഡ്സിനും എങ്ങനെയാണ് ഒരു കൺട്രീസ് റിസോഴ്സിനെ ഡിവൈഡ് ചെയ്യുന്നത്, അല്ല? ഈ ഡിവിഷനെയാണ്, ഡിവിഷൻ ഓഫ് റിസോഴ്സസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് കൺസ്യൂമർ ഗുഡ്സ് ആണ് എന്ത് കാണിക്കുന്നത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കാണിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് ആണ്. ആർക്കിടയിൽ, ഏത് തരത്തിൽ പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി? ക്യാപിറ്റൽ ഗുഡ്സും കൺസ്യൂമർ ഗുഡ്സും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു രാജ്യം സ്വന്തം ക്യാപിറ്റലിനെ അല്ലെങ്കിൽ റിസോഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കാണിക്കുന്ന ടൂളിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ഡയഗ്രമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് PPC അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നോക്കാം. വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി PPC വിത്ത് എക്സ്പ്ലനേഷൻ നോക്കാം നമുക്ക്. ഇതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഇവിടെ എക്സ് ആക്സിസിൽ നമ്മൾ കാണാം കൺസ്യൂമർ ഗുഡ്സും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സ് വൈ ആക്സിസിലും വരുന്നു, അല്ലെ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷനെയാണ് കാണിക്കുന്നത്. ക്യാപിറ്റൽ ഗുഡ്സിനും കൺസ്യൂമർ ഗുഡ്സിനും ഇടയിൽ റിസോഴ്സ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കാണിക്കുന്നത്. അപ്പം നോക്കാം, ഈ ഒരു ഡയഗ്രാം
ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാവുന്നതാണ്. ഇവിടെ റെഡ് ലൈൻ നമുക്ക് കാണാൻ സാധിക്കും. ഈ റെഡ് ലൈൻ കാണിക്കുന്നത് ഷോസ് അബ്സല്യൂട്ട് മാക്സിമം എ കൺട്രി ക്യാൻ പ്രൊഡ്യൂസ് യൂസിങ് ഓൾ ഇറ്റ്സ് റിസോഴ്സസ് ആൻഡ് ബെസ്റ്റ് ടെക്നോളജി. അപ്പം ഇവിടെ നമ്മൾ കാണിക്കുന്നത് ഈ എക്സ് ആക്സിസും വൈ ആക്സിസും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു റെഡ് ലൈന് കാണിക്കുന്നത് ഒരു രാജ്യത്തിന് മാക്സിമം റിസോഴ്സുകൾ ഉപയോഗിച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയാണ് കാണിക്കുന്നത്. ഏത് ഈ ഒരു റെഡ് ലൈൻ അല്ലെ. റെഡ് ലൈനിൽ തന്നെ 2 ഡോട്ടുകൾ കാണാം നമുക്ക്, എഫും അതുപോലെ തന്നെ ഇയും അല്ലെ. ഇതെന്തിനെയാണ് കാണിക്കുന്നത് നോക്ക് നിങ്ങൾ. ഇറ്റ് മാപ്സ് ഔട്ട് എ ചോയ്സ് ബിറ്റ്വീൻ ദ ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് കൺസ്യൂമർ ഗുഡ്സ്. അപ്പം നോക്കൂ നിങ്ങൾ, ഇവിടെ എന്താണ് ഈ ഒരു ഇയും എഫും കാണിക്കുന്നത്? റെപ്രസെൻ്റ് എ പെർഫെക്റ്റ് എഫിഷ്യൻസിയാണ് കാണിക്കുന്നത് അല്ലേ. അപ്പം ഇവിടെ നമുക്ക് ക്യാപിറ്റൽ ഗുഡ്സും അതുപോലെ തന്നെ കൺസ്യൂമർ ഗുഡ്സും വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകളാണ് ഏതൊക്കെ? ഈ ഒരു എഫും ഇയും അല്ലേ. അത് നോക്കൂ, നിങ്ങൾ നോക്കൂ. എ കൺട്രി യൂട്ടിലൈസിങ് 100% ഓഫ് ഇറ്റ്സ് വർക്ക് ഫോഴ്സ് ആൻഡ് ഫാക്ടറീസ്. പോയിന്റ് എഫ് പ്രയോറിറ്റൈസേഴ്സ് ഇൻഡസ്ട്രി ആൻഡ് മെഷീൻസ് വൈൽ പോയിന്റ് ഇ പ്രയോറിറ്റൈസേഴ്സ് എവറിഡേ പ്രോഡക്റ്റ്. അപ്പം ഈ ഒരു ലൈനിൽ എവിടെ കൺസ്യൂമർ ഗുഡ്സും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സും വന്നാൽ ആ ഒരു ലൈനിലായിരിക്കും ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് 100% മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്, റിസോഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ നോക്ക് നിങ്ങൾ, ദ പോയിന്റ് ഔട്ട്സൈഡ് ദ ലൈൻ അല്ലെ. ഇവിടെ ഔട്ട്സൈഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും ജി അല്ലെ. ഈ ഔട്ട്സൈഡ് എന്തിനാണ് കാണിക്കുന്നത്? റെപ്രസെൻറ്റ് ആൻ അൺഅറ്റൈനബിൾ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. അപ്പം ഈ ഒരു ഔട്ട്സൈഡ്, ഈ ഒരു റെഡ് ലൈനിൽ വരുന്ന ഔട്ട്സൈഡിൽ വരുന്ന പോയിന്റുകളെല്ലാം തന്നെ എന്തായിരിക്കും? അൺഅറ്റൈനബിൾ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ നിലവിലുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ചിട്ട് ഒരിക്കലും തന്നെ ഈ ഒരു ലെവലിലേക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, കൺട്രി അല്ലെങ്കിൽ ഒരു എക്കോണമിക്ക് ഒരു പ്രൊഡക്ഷൻ ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അവരുടെ റിസോഴ്സസ് ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. അപ്പം ഈ ഒരു പോയിന്റിൽ ഒരിക്കലും എന്ത് പോസിബിൾ അല്ല? പ്രൊഡക്ഷൻ പോസിബിൾ അല്ല. അതൊരു അൺഅറ്റൈനബിൾ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ആണ്. എന്നാൽ അതേ സമയത്ത് എയും ഡിയും നമുക്ക് കാണാം. ഇതെന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഇതൊരു ഇൻഎഫിഷ്യൻസിയാണ് കാണിക്കുന്നത് അല്ലെ. അണ്ടർ ദ റെഡ് ലൈനിൽ അടിയിൽ ഏതെങ്കിലും ഒരു പോയിന്റിലാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്, കൺസ്യൂമറും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അണ്ടർ ദ റെഡ് ലൈൻ ആണെങ്കിൽ അത് അണ്ടർ യൂട്ടിലൈസേഷൻ ആണ്. ഇവിടെ കൺട്രി ഈസ് വേസ്റ്റിംഗ് റിസോഴ്സസ്. അപ്പം ഒരു രാജ്യം റിസോഴ്സുകളെ വേസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ റിസോഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത ലെവലിലാണ് പ്രൊഡക്ഷൻ നടക്കുന്നത് അല്ലേ. അപ്പം ഇത്രയാണ് കാര്യങ്ങളാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത്. എനിവേ നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.